നമസ്കാരം. ബിനാമി അക്കൗണ്ട് എന്ന് പ്രേക്ഷകർ കേട്ടുക. എന്താണ് ബിനാമി അക്കൗണ്ട്? അതായത് ഏതോ ഒരു വ്യക്തി, അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ട്, അത് ചിലപ്പോൾ മറ്റേതെങ്കിലും കണക്ക് കാണിക്കാത്ത മാർഗത്തിൽ കൂടെ ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് കൊടുത്തും എസ്കേപ്പ് ആകാൻ പറ്റില്ല. കാരണം ഇപ്പോഴൊക്കെ വരുമാനം ഉണ്ടെങ്കിൽ സോഴ്സ് കാണിക്കണം. നിങ്ങൾക്ക് ധാരാളം കാശുണ്ട് കയ്യിൽ, പക്ഷെ എവിടെ നിന്ന് വന്നു എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. പണ്ട് അങ്ങനെയായിരുന്നില്ല. 96, 97 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ വെച്ചോളൂ, പക്ഷെ അതെല്ലാം നിങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു ഹെവി എമൗണ്ട്, അതായത് 40 to 50% അടച്ച് നിങ്ങൾ അതിനെ വൈറ്റ് ആക്കിക്കൊള്ളാനാണ്. ഗവൺമെന്റ് വിൽ നോട്ട് ആസ്ക് യു എനി ക്വസ്റ്റ്യൻ, ദേ വിൽ നോട്ട് ആസ്ക് യു ദ സോഴ്സ് ഫ്രം വെയർ യു ഹാവ് കളക്ടഡ് ഓൾ ദീസ് എമൗണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഗവൺമെന്റ് ചോദിക്കും, സോഴ്സ് ഓഫ് ഇൻകം കാണിക്കണം. പ്രേക്ഷകർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് ബിനാമി അക്കൗണ്ട് എന്താണെന്നാണ്. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഒരു വ്യക്തി അദ്ദേഹത്തിന് വ്യത്യസ്തമായ മാർഗങ്ങളിൽ കൂടി, അതായത് പുറത്ത് പറയാൻ പറ്റാത്ത, ഇപ്പോൾ ഒരു കൈക്കൂലി വാങ്ങിച്ചു കണ്ടമാനം. ഇപ്പം ഗുജറാത്തിലോ ബീഹാറിലോ ഒരു ഇൻകം ടാക്സ് കമ്മീഷണറുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ എത്രയോ കോടി രൂപയാണ്, 200 കോടിയോ 300, റിട്ടയർ ആവുന്നത് തൊട്ട് മുമ്പാണ് അദ്ദേഹത്തിന് പിടിച്ചത്. അപ്പോൾ ഈ പൈസ എനിക്ക് കൈക്കൂലിയായിട്ട് കിട്ടിയതാണ്, അതിൻ്റെ ഇത്ര ശതമാനം ഞാൻ സർക്കാരിന് നികുതി അടച്ചുകൊള്ളാം എന്നിട്ട് വൈറ്റാക്കി നടക്കില്ല. സോഴ്സ് ഓഫ് ഇൻകം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഇതുപോലെ കാശുണ്ടാക്കിയ ആളുകൾ ക്യാഷായിട്ട് കയ്യിൽ വച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവർക്ക് ടാക്സ് അടച്ചത് വൈറ്റാക്കാനും പറ്റൂല. കുറേ അധികം ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കാമെന്ന് വെച്ചാൽ, ഗോൾഡ് വാങ്ങാൻ ഒരു ദിവസം 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഗോൾഡ് വാങ്ങാൻ പാടില്ല. പാൻ കാർഡ് കൊടുക്കണം. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രോപ്പർട്ടി വാങ്ങിച്ചിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ കാർഡും ആധാറുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് സർക്കാരിന് ഒരൊറ്റ ക്ലിക്ക് അടിച്ചാൽ മതി കമ്പ്യൂട്ടറിൽ ഇവർക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു നോക്കി ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. വിദേശ രാജ്യങ്ങളുണ്ട് എന്ന് അറിയാൻ പറ്റില്ല. ഇന്ത്യക്കകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കർണാടകത്തിലൊക്കെ പണ്ട് രാഷ്ട്രീയക്കാർ കണ്ടമാനം ബിനാമി പേരിൽ, അങ്ങനെ ഒരു വ്യക്തിയേ ഇല്ല. ബിനാമി എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ പേർക്കല്ലേ, ഇത് അങ്ങനെ ഒരു പേരില്ല വാങ്ങിച്ചിടുക. അപ്പോൾ ഇതൊക്കെയാണ് ബിനാമി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി നിങ്ങൾ ആരെങ്കിലും ബിനാമിയായിട്ട് വേറൊരു വ്യക്തിയുടെ ഒരു 50 കോടി രൂപ നിങ്ങൾ ബിനാമിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ ചോദ്യചിഹ്നമായിട്ട് മാറാൻ പോവുകയാണ്. കാരണം ബിനാമി ആയിട്ട് താങ്കളെ ഏൽപ്പിക്കുന്ന ആള് പുറത്തു പറയില്ല. താങ്കളുടെ കയ്യിലുള്ള സോഴ്സ് ഓഫ് ഇൻകം ഗവൺമെന്റിന് കിട്ടുകയാണെങ്കിൽ, ഞാൻ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്, എൻ്റെ പൈസയല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ 7 വർഷമാണ് കഠിന തടവാണ്. 7 വർഷം ബിനാമിയായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത്, അതായത് നിങ്ങൾ ബിനാമിയായിട്ട് ആക്ട് ചെയ്ത് ഓൺ ബിഹാഫ് ഓഫ് സംബഡി എൽസ് യു ആർ ആക്ടിങ് ആസ് എ ബിനാമി. അപ്പോൾ അതിന് 7 വർഷം വരെ തടവും. ഇനി നിങ്ങൾ ഒരാളുടെ ബിനാമിയാണ് എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പൈസയിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതെങ്ങനെ? അത് ഇതിൻ്റെ നിയമവശമാണ്. നിങ്ങൾക്കത് വൈറ്റാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാമായി പൈസ. എത്ര രൂപയാണോ നിങ്ങളുടെ കയ്യിൽ ബിനാമിയായിട്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ അവകാശമുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെങ്ങനെ? അത് ലീഗൽ സൈഡ് നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.